ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. വിഷ്ണു ഭഗവാന്റെ മോഹിനി അവതാരവുമായി ബന്ധപ്പെട്ട ഈ വ്രതം പാപനാശനത്തിനും ജീവിതത്തിൽ ഐശ്വര്യത്തിനും ഉത്തമമായി കണക്കാക്കുന്നു. 2026 ഏപ്രിൽ 27 മോഹിനി ഏകാദശി. ഏകാദശി തിഥി വരുന്നത് 26/4/2026 6:06 PM മുതൽ 27/4/2026 6:15 PM വരെയാണ്. ഹരിവാസര സമയം വരുന്നത് 27/4/26 12:14 PM മുതൽ 28/4/26 12:11 AM വരെയാണ്. പാരണ സമയം 28 5:43 AM മുതൽ 8:21 AM വരെയാണ്. ഇനി നമുക്ക് മോഹിനി ഏകാദശി വ്രതകഥ കേട്ടാലോ. ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഏകാദശി വ്രതകഥ. ഇതിനു മുൻപ് ശ്രീരാമസ്വാമി വസിഷ്ഠ മഹർഷിയോട് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും എല്ലാത്തരം കഷ്ടപ്പാടുകളെയും ലഘൂകരിക്കുകയും ചെയ്യുന്ന വ്രതത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ആവശ്യപ്പെട്ടു. അത് കേട്ട് വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, വൈശാഖ മാസത്തിൽ മോഹിനി എന്നൊരു ഏകാദശിയുണ്ട്. അത് പരമമാണ്. എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വ്യക്തികൾ മായയുടെ കെണികളിൽ നിന്നും തെറ്റുകളുടെ കൂട്ടങ്ങളിൽ നിന്നും മോചനം നേടുന്നു. കൂടാതെ മോഹിനി ഏകാദശിയുടെ വ്രതകഥയും വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര, ആ കഥയാണ് ഞാൻ നിന്നോട് പറയുന്നത്. പണ്ട് സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന മനോഹരമായ ഒരു നഗരം സ്ഥിതി ചെയ്തിരുന്നു. ഈ നഗരത്തിൽ ചന്ദ്രവംശത്തിൽ ജനിച്ച ധൃതിമാൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. സത്യസന്ധതയ്ക്കും പ്രതിബദ്ധതയ്ക്കും പേര് കേട്ടവനായിരുന്നു അദ്ദേഹം. അതേ നഗരത്തിൽ ധനികനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ധനപാൽ എന്നായിരുന്നു. അദ്ദേഹം ധർമ്മപ്രവർത്തികളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു. മറ്റുള്ളവർക്ക് അഭയകേന്ദ്രങ്ങൾ, കിണറുകൾ, ആശ്രമങ്ങൾ, പൂന്തോട്ടങ്ങൾ, കുളങ്ങൾ, വീടുകൾ എന്നിവ നിർമ്മിച്ചു. ഭഗവാനോട് ആത്മാർത്ഥമായ ഭക്തി പുലർത്തി അദ്ദേഹം ശാന്തമായ ജീവിതം നയിച്ചു. അദ്ദേഹത്തിന് സുമൻ, ദ്യുതിമാൻ, മേധാവി, സുഹൃതൻ, ദൃഷ്ടബുദ്ധി എന്നിങ്ങനെ 5 ആൺമക്കളുണ്ടായിരുന്നു. ഇതിലെ ഈ ദൃഷ്ടബുദ്ധിക്ക് ചൂതാട്ടം, ദുഷ്പ്രവൃത്തി, അന്യ സ്ത്രീകളിലെ ബന്ധം എന്നിവയിലായിരുന്നു താല്പര്യം. ദേവന്മാരെ ആരാധിക്കുന്നതിനോ പൂർവികരെ ബഹുമാനിക്കുന്നതിനോ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നതിനോ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിതാവിൻ്റെ സമ്പത്ത് പാഴാക്കിക്കൊണ്ട് അനീതിയുടെ പാതയിലൂടെയാണ് അയാൾ സഞ്ചരിച്ചത്. ഇയാളുടെ ദുർനടപ്പിൽ സഹികെട്ട് പിതാവ് ഒരു ദിവസം അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ അയാൾക്ക് വരുമാനമില്ലാതെയായി. അയാളുടെ കയ്യിൽ പണമില്ലാതായപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അയാളെ ഉപേക്ഷിച്ചു പോയി. ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ലാതെയായി. അങ്ങനെ വിശന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു ദിവസം അയാൾ ആ നഗരത്തിലെ മോഷ്ടിക്കാൻ കയറി. അങ്ങനെ രാജാവിൻ്റെ ഭൃത്യന്മാരെ അയാളെ പിടികൂടുകയും രാജാവ് അയാളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നാട്ടിൽ നിന്ന് പുറത്തായപ്പോൾ അയാൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്ന് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ കൗണ്ഡിന്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അങ്ങനെ മഹർഷിയെ കണ്ടപ്പോൾ മഹർഷിയോട് അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഈ ദുഷ്പ്രവർത്തികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹർഷി, അവിടുന്ന് പറഞ്ഞു തന്നാലും. അങ്ങനെ കൗണ്ഡിന്യ മഹർഷി പറയാണ്, വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി എടുക്കൂ. എല്ലാ പാപങ്ങളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും ഒരാളെ മോചിപ്പിക്കാൻ സഹായിക്കുന്ന ഏകാദശിയാണ് മോഹിനി ഏകാദശി. അത് ഭക്തിയോടെയും ശ്രദ്ധയോടെയും എടുക്കാൻ കൗണ്ഡിന്യ മഹർഷി ദൃഷ്ടബുദ്ധിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൗണ്ഡിന്യ മഹർഷി പറഞ്ഞത് പ്രകാരം അയാൾ ഈ ഏകാദശിയെ ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുകയും ഒരുപാട് കാലം സന്തോഷിച്ച് ജീവിക്കുകയും അവസാനം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മോഹിനി ഏകാദശി വ്രതം ആചരിക്കുന്നത് ഒരാളുടെ മുൻകാല ദുഷ്പ്രവർത്തികളെ നശിപ്പിക്കുമെന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ മോഹിനി ഏകാദശി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എടുക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.
ഹരി ഹരി ബോൽ.